ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം ഡി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെജ് പുലാവാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, കുറച്ച് ബീൻസ്, ഗ്രീൻ പീസ്, സവാള 2 എണ്ണം, ഗ്രീൻ ചില്ലി നമ്മൾ എടുത്തിട്ടുണ്ട്, 7 അല്ലി ഗാർലിക്, 2 പീസ് ജിഞ്ചർ, പെരുംജീരകം, തക്കോളം, ഗ്രാമ്പ്, പട്ട, ബേ ലീഫ്, ഏലക്ക. ഇനി നമ്മൾ മല്ലിയില കുറച്ചും പുതിനയില കുറച്ചും എടുത്തിട്ടുണ്ട്. നിങ്ങളിത് കൂടുതലായിട്ട് എടുത്താൽ കുറച്ചും കൂടി നന്നായിട്ട് നിങ്ങൾക്ക് നമ്മുടെ വെജ് പുലാവ് കിട്ടും. ഇനി നമ്മളിവിടെ ഒരു ചീൻചട്ടി ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളത് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിവിടെ ജാറിൽ പുതിനയിലയും മല്ലിയിലയും ഇട്ട് അതിലേക്ക് നമ്മൾ ഈ മൂപ്പിച്ചെടുത്ത ആ മിക്സിയിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി നമ്മളിവിടെ പ്രഷർ കുക്കറിൽ 2 സ്പൂണ് നമ്മൾ നെയ്യും 2 സ്പൂൺ എണ്ണയും ആഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള നമുക്ക് മസാലയൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഇനിയിപ്പോൾ 2 ഓണിയൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സിയിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. നമ്മളിതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. കുറച്ച് പുതിനയിലയും മല്ലിയുടെയും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പെടുത്ത് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് 1 സ്പൂണ് തൈരാണ് ആഡ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി തൈരൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ നമ്മൾ 1.5 കപ്പ് അരി എടുക്കുമ്പോൾ നമ്മൾ 2.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. ഇവിടെ ഈ ഗ്ലാസ്സിലാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഇതിലേക്ക് സ്റ്റീം വരും. സ്റ്റീം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സ്റ്റീം വന്ന് വിസിലിട്ടതിന് ശേഷം നമുക്ക് ഒരു വിസിൽ കഴിഞ്ഞതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വിസിലുള്ള സ്റ്റീമൊക്കെ കുക്കറിലുള്ള സ്റ്റീമൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഈ റൈസ് നമുക്ക് ബൗളിലേക്ക് മാറ്റാം.